യോശുവയുടെ പുസ്തകം 16-ാം അധ്യായം. യോസഫിൻ്റെ മക്കൾക്ക് കിട്ടിയ അവകാശം. എരിഹോവിൻ്റെ സമീപത്ത് യോർദാൻ തുടങ്ങി കിഴക്ക് എരിഹോ വെള്ളത്തിങ്കൽ മരുഭൂമിയിൽ തന്നെ തുടങ്ങി എരിഹോവിൽ നിന്ന് മലനാട് വഴിയായി ബഥേലിലേക്ക് കയറി. ബഥേലിൽ നിന്ന് ലൂസിന് ചെന്ന് അർക്യരുടെ അതിരായ അദാരോത്തിന് കടന്നു. പടിഞ്ഞാറോട്ട് എഫ്ലേത്യരുടെ അതിരിലേക്ക് താഴത്തെ ബേത്ത് ഹോരോൻ്റെ അതിർ വരെ ഗേസർ വരെ തന്നെ ഇറങ്ങിച്ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. അങ്ങനെ യോസഫിൻ്റെ പുത്രന്മാരെ മനശ്ശെക്കും എഫ്രയീമിനും അവകാശം ലഭിച്ചു. എഫ്രയീമിൻ്റെ മക്കൾക്ക് കുടുംബമായി കിട്ടിയ ദേശം ഏതെന്നാൽ കിഴക്കവരുടെ അവകാശത്തിൻ്റെ അതിർ മേലത്തെ ബേത്ത് ഹോരോൻ വരെ അദാരോത്തത്താറായിരുന്നു. ആ അതിർ മിക്മെത്താദിൻ്റെ വടക്കുകൂടി പടിഞ്ഞാറോട്ട് എന്ന് താനത്ത് ഷീലോ വരെ കിഴക്കോട്ട് തിരിഞ്ഞ് അതിനരികത്തുകൂടി യാനോഹയുടെ കിഴക്ക് കടന്ന് യാനോഹയിൽ നിന്ന് അദാരോത്തിനും നാരാത്തിനും ഇറങ്ങി എരിഹോവിലെത്തി യോർദാങ്കൽ അവസാനിക്കുന്നു. തപ്പൂഹയിൽ നിന്ന് ആ അതിർ പടിഞ്ഞാറോട്ട് കാനാ തോട് വരെ ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. എഫ്രൈം ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ ഈ അവകാശം കൂടാതെ മനശ്ശെ മക്കളുടെ അവകാശത്തിൻ്റെ ഇടയിൽ എഫ്രൈം മക്കൾക്ക് വേർതിരിച്ചു കൊടുത്ത പട്ടണങ്ങളൊക്കെയും അവയുടെ ഗ്രാമങ്ങളും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവർ ഗേസരിൽ പാർത്തിരുന്ന കനാന്യരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർ ഇന്നുവരെ എഫ്രൈമരുടെ ഇടയിൽ ഊഴിയവേല ചെയ്ത് പാർത്തു വരുന്നു. 17-ാം അധ്യായം. യോസഫിൻ്റെ ആദ്യജാതനായ മനുഷ്യയുടെ ഗോത്രത്തിന് ഓഹരി കിട്ടി. മനുഷ്യയുടെ ആദ്യജാതനും ഗിലെയാദിൻ്റെ അപ്പനുമായ മാഗീർ യുദ്ധവീരനായിരുന്നതുകൊണ്ട് അവന് ഗിലെയാദും ബാഷാനും ലഭിച്ചു. മനുഷ്യയുടെ ശേഷം പുത്രന്മാരായ അബിയസറിൻ്റെ മക്കൾ, ഹേലേക്കിൻ്റെ മക്കൾ, അസ്രിയലിൻ്റെ മക്കൾ, ഷേഗേമിൻ്റെ മക്കൾ, ഹേഫെരിൻ്റെ മക്കൾ, ഷെമീദാവിൻ്റെ മക്കൾ എന്നിവർക്കും കുടുംബമായി ഓഹരി കിട്ടി. ഇവർ കുടുംബമായി യോസഫിൻ്റെ മകനായ മനുഷ്യയുടെ മക്കളായിരുന്നു. എന്നാൽ മനുഷ്യയുടെ മകനായ മാഗീരിൻ്റെ മകനായ ഗിലെയാദിൻ്റെ മകനായ ഹേഫെരിൻ്റെ മകൻ ശെലോഫഹാദിന് പുത്രിമാരല്ലാതെ പുത്രന്മാരില്ലായിരുന്നു. അവൻ്റെ പുത്രിമാർക്കും മഹള, നോവ, ഹുഗ്ല, മിൽക്ക, തിർസ എന്നു പേരായിരുന്നു. അവർ പുരോഹിതനായ എലയാസറിൻ്റെയും നൂൻ്റെ മകനായ യോശുവയുടെയും പ്രഭുക്കന്മാരുടെയും മുമ്പിൽ അടുത്തു ചെന്നു. ഞങ്ങളുടെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഒരവകാശം ഞങ്ങൾക്ക് തരുവാൻ യഹോവ മോശയോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ യഹോവയുടെ കൽപ്പന പ്രകാരം അവരുടെ അപ്പൻ്റെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ അവർക്കൊരവകാശം കൊടുത്തു. ഇങ്ങനെ മനുഷ്യയുടെ പുത്രിമാർക്ക് അവൻ്റെ പുത്രന്മാരുടെ കൂട്ടത്തിൽ അവകാശം ലഭിച്ചതുകൊണ്ട് മനുഷ്യയ്ക്ക് യോർദാനക്കരെ ഗിലെയാദ് ദേശവും ബാഷാനും കൂടാതെ 10 ഓഹരി കിട്ടി. മനുഷ്യയുടെ ശേഷം പുത്രന്മാർക്ക് ഗിലെയാദ് ദേശം കിട്ടി. മനുഷ്യയുടെ അതിരോ ആഷേർ മുതൽ ഷേഗേമിന് കിഴക്കുള്ള മിക്മദാത്ത് വരെ ചെന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഏൻ തപ്പൂഹയിലെ നിവാസികളുടെ അടുക്കലോളം നീണ്ടുകിടക്കുന്നു. തപ്പൂഹ ദേശം മനശ്ശെക്കുള്ളതായിരുന്നു. എങ്കിലും മനുഷ്യയുടെ അതിരിലുള്ള തപ്പൂഹ പട്ടണം എഫ്രയീമ്യർക്കുള്ളതായിരുന്നു. പിന്നെ ആ അതിർ കാനാ തോട്ടിങ്കിലേക്ക് തോട്ടിൻ്റെ തെക്ക് കൂടി ഇറങ്ങുന്നു. ഈ പട്ടണങ്ങൾ മനുഷ്യയുടെ പട്ടണങ്ങൾക്കിടയിൽ എഫ്രയീമിനുള്ളവ. മനുഷ്യയുടെ അതിർ തോട്ടിൻ്റെ വടക്കുവശത്തൂടി ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. തെക്ക് ഭാഗം എഫ്രയീമിനും വടക്കുഭാഗം മനുഷ്യയ്ക്കുമുള്ളത്. സമുദ്രം അവൻ്റെ അതിറാകുന്നു. അത് വടക്ക് ആശേരിനോടും കിഴക്ക് ഇസ്സാഖാരിനോടും തൊട്ടിരിക്കുന്നു. ഇസ്സാഖാരിലും ആശേരിലും മനുഷ്യയ്ക്ക് ബേത്ത് ഷെയാനും അതിൻ്റെ അധീന നഗരങ്ങളും, യിബ്ളയാമും അതിൻ്റെ അധീന നഗരങ്ങളും, ദോർ നിവാസികളും അതിൻ്റെ അധീന നഗരങ്ങളും, ഏൻ ദോർ നിവാസികളും അതിൻ്റെ അധീന നഗരങ്ങളും, താനാക്ക് നിവാസികളും അതിൻ്റെ അധീന നഗരങ്ങളും, മെക്കിതോ നിവാസികളും അതിൻ്റെ അധീന നഗരങ്ങളും ഉണ്ടായിരുന്നു. 3 മേടുകൾ തന്നെ. എന്നാൽ മനുഷ്യയുടെ മക്കൾക്ക് ആ പട്ടണത്തിലെ നിവാസികളെ നീക്കിക്കളവാൻ കഴിഞ്ഞില്ല. കനാന്യർക്ക് ആ ദേശത്തിൽ തന്നെ പാർപ്പാനുള്ള താല്പര്യം സാധിച്ചു. എന്നാൽ ഇസ്രായേൽ മക്കൾ ബലവാന്മാരായി തീർന്നപ്പോൾ അവരെ നീക്കിക്കളയാതെ അവരെ കൊണ്ട് ഊഴിയവേല ചെയ്യിച്ചു. അനന്തരം യോസഫിൻ്റെ മക്കൾ യോശുവയോട്, യഹോവ ഇതുവരെ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ വലിയൊരു ജനമായി തീർന്നിരിക്കെ ഒരു നറുക്കും ഓഹരിയും മാത്രം നീ ഞങ്ങൾക്ക് തന്നത് എന്ത് എന്ന് ചോദിച്ചു. യോശുവ അവരോട്, നിങ്ങൾ വലിയൊരു ജനമെങ്കിൽ എഫ്രൈം പർവ്വതം നിങ്ങൾ വിസ്താരം പോരാത്തതാകൊണ്ട് കാട്ടുപ്രദേശത്ത് എന്ന് പെരിസ്യരുടെയും മല്ലന്മാരുടെയും ദേശത്ത് കാട് വെട്ടി സ്ഥലമെടുത്ത് കൊള്ളുവീനെന്ന് ഉത്തരം പറഞ്ഞു. അതിന് യോസഫിൻ്റെ മക്കൾ, മലനാട് ഞങ്ങൾക്ക് പോരാ, ബേത്ത് ഷെയാനിലും അതിൻ്റെ അധീന നഗരങ്ങളിലും ഇസ്രായേൽ താഴ്വരയിലും ഇങ്ങനെ താഴ്വീതി പ്രദേശത്ത് പാർക്കുന്ന കനാന്യർക്കൊക്കെയും ഇരുമ്പ് രഥങ്ങളുണ്ടെന്ന് പറഞ്ഞു. യോശുവ യോസഫിൻ്റെ കുലമായ എഫ്രൈമിനോടും മനുഷ്യരോടും പറഞ്ഞത്, നിങ്ങൾ വലിയൊരു ജനം തന്നെ, മഹാശക്തിയുമുണ്ട്. നിങ്ങൾക്കൊരു ഓഹരി മാത്രമല്ല വരേണ്ടത്. മലനാട് നിനക്കുള്ളതായിരിക്കണം. അത് കാടാകുന്നെങ്കിലും നിങ്ങളത് വെട്ടിത്തെളിക്കണം. അതിൻ്റെ അറുതി പ്രദേശങ്ങളും നിങ്ങൾക്കുള്ളവ തന്നെ. കനാന്യർ ഇരുമ്പ് രഥങ്ങളുള്ളവരും ബലവാന്മാരും ആകുന്നെങ്കിലും നിങ്ങളവരെ നീക്കിക്കളയും.